ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണം എക്സാമിന് ഷുവർ ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് ഫ്രം ദ ചാപ്റ്റർ 1. ചാപ്റ്റർ 1-ൽ നിന്നും ഓണം എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ഡെറിവേഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നല്ലേ. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെറിവേഷൻസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നോക്കിയേ, ഏതൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ, then electric field at an equatorial point of a dipole, and electric torque on a dipole in a uniform electric field, and also Gauss theorem, electric field of a line charge from Coulomb's law. അതേപോലെ electric field due to a uniformly charged plane sheet, electric field due to uniformly charged spherical shell. ഈ ഡെറിവേഷൻസ് പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകരുത്. അപ്പൊ നോക്കാല്ലേ, നമുക്ക് ഓരോ ഡെറിവേഷൻസും എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള അതായത് നമുക്ക് ഒരു സ്റ്റെപ്പ്, ആക്ച്വലി ഡെറിവേഷൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിൽ നമ്മളൊന്ന് സ്റ്റെക്കായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്പുകളിലൊക്കെ നമ്മളൊന്ന് സ്റ്റെക്കായി നിൽക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെ സ്റ്റെക്കായി നിൽക്കാതെ നമുക്ക് കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ആദ്യം നമ്മൾ വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. അപ്പൊ എന്താണ് ആക്സിയൽ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ദിസ് ഇസ് ദ ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദ ഇക്വറ്റോറിയൽ ലൈൻ. ഈ പോയിന്റിലുള്ള എല്ലാ പോയിന്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിയൽ പോയിന്റ്. ഇങ്ങനെയുള്ള പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ പോയിന്റ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, വാട്ട് ഇസ് ആക്സിയൽ പോയിന്റ്, വാട്ട് ഇസ് ഇക്വറ്റോറിയൽ പോയിന്റ്. ഇതാണ് നമ്മുടെ ഡൈപോൾ. ഓക്കെ, ഞാനൊന്ന് കുറച്ച് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഈ എ എന്നുള്ളത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് L വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ ഞാൻ 2L എന്ന് കൊടുത്തു. ഓക്കെ, വാട്ട് ഇസ് 2L? ദ ലെങ്ത് ബിറ്റ്വീൻ ദ ഡൈപോൾ അല്ലേ. ഓക്കെ, ഡൈപോളിന് ഇടയിലുള്ള ലെങ്ത്തിനെ നമുക്ക് 2L എന്ന് വിളിക്കാം. അതേപോലെ നമ്മൾ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്തു. ഈ പോയിന്റ് Pയിൽ ആക്ച്വലി ഞാൻ എന്ത് പുട്ട് ചെയ്തു, ഒരു ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ടെസ്റ്റ് ചാർജ് വെച്ചിരുന്ന ഫോൺ കൺവീനിയൻസ് ആണ്. കാരണം ഇത് നോക്കിയാൽ ഇവിടെ +Q ഉണ്ട്, ഇവിടെ -Q ഉണ്ട്. ഈ +Q ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് എക്സേർട്ട് ചെയ്യും, ഈ ടെസ്റ്റ് ചാർജിലേക്ക് എക്സേർട്ട് ചെയ്യും. സോ ഇൻ ദി ഡിറക്ഷൻ ഓഫ് ഔട്ട്വേർഡ്സ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, പ്ലസ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിനെ തള്ളിയാ വിടുക അല്ലെ, ഇങ്ങോട്ടാ വിടുക. അതേപോലെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് ഈ ഡൈപോളിന്റെ ഈ എൻഡിലായിട്ട്. ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഈ ഡൈപോളിനെ പിടിച്ചു വലിക്കുക ചെയ്യുക. അപ്പൊ അലോങ് ദ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുക, മൈനസ് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, +Q ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, ഇനി മക്കളൊന്ന് ശ്രദ്ധിച്ച് ഈ ആക്സിയൽ നോക്കിയേ. ആദ്യം നിങ്ങൾ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കുക. ഈ ആക്സിയൽ is equal to 1/4πε0 × 2p/r³. ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കാം. ഇനി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിക്കാം. എങ്ങനെ എത്തിക്കാം നോക്കാം. അപ്പൊ നോക്കിയേ, ആദ്യം +Q ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് പറയുന്നത് നോക്കിയേ. ഇലക്ട്രിക് ഫീൽഡ് ആരാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +Q ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. മക്കളെ, നമുക്ക് എങ്ങനെ പറയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +Q ചാർജ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. E എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ ഈ സെന്ററിൽ നിന്നും ഈ പോയിന്റ് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണെങ്കിൽ +Q ചാർജിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഇത് മൊത്തം R ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് L ആണ് അല്ലെ. ഈ ഭാഗം L ആണ്, ഈ ഭാഗം L ആണ്. അങ്ങനെയാണ് നമുക്ക് 2L കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിൽ നിന്നും +Q ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? R-L ആണ്. അതേപോലെ ഈ -Q ചാർജിൽ നിന്നും Pയിലേക്കുള്ള അല്ലെ, Pയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് മൊത്തം സെന്ററിൽ നിന്നും Pയിലേക്ക് എന്താണ്? R ആണ്. -Q ചാർജിൽ നിന്നും R+L ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +Q ചാർജ് E1 എന്ന് നമുക്ക് കൊടുക്കാം അല്ലെ. E1 എന്ന് പറയുന്നത് KQ/R² എന്ന് നമുക്കറിയാം. സോ KQ ഡിവൈഡഡ് ബൈ ഇവിടെ R എന്ന് പറയുന്നത് +Q ചാർജിൽ നിന്നും Pയിലേക്കുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? R-L. സോ R-L ഹോൾ സ്ക്വയർ. പിന്നെ നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അല്ലെ. ഞാൻ ഇവിടെ B എന്ന് കൊടുത്തു, ഇതിന് A എന്ന പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അലോങ് ദ ഡയറക്ഷൻ AP ആണ് അല്ലെ. AP അങ്ങോട്ടാണ്. സോ നമുക്ക് എങ്ങനെ പറയാം? along AP
ഓക്കെ, ദെൻ വാട്ട് ഇസ് E2? E2 എന്ന് പറയുന്നത് അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് Q ചാർജ് ആണ് നമ്മൾ E2 എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് Q ചാർജ്. ആരാണ് മൈനസ് Q ചാർജ് കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? നമുക്ക് എന്ത് പറയാം? E2 എന്ന് പറയാം. E2 എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു, അല്ലെങ്കിൽ K എന്നല്ലേ, K എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ K ആ കൊടുത്തത്. സോ നമുക്ക് ഇവിടെയും K കൊടുക്കാം. K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R പ്ലസ് L ഹോൾ സ്ക്വയർ. എന്ത് വരും? R പ്ലസ് L ഹോൾ സ്ക്വയർ. എലോങ് എന്ത് വരും? എലോങ് പി ബി. ക്ലിയർ ആയല്ലോ? എലോങ് PB. ഇനി ഈ നെറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഒരാൾ നമ്മൾ നോക്കി, നമുക്ക് ഇവിടെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരെണ്ണം അങ്ങോട്ടാണ്, അതായത് ഇതാ ഒരെണ്ണം അങ്ങോട്ടാണ്, ഒരെണ്ണം ഇങ്ങോട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? E1 മൈനസ് E2. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പുകളൊന്നും നിങ്ങൾക്ക് തെറ്റില്ല. അപ്പൊ E1 എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചത്? KQ ഡിവൈഡഡ് ബൈ R മൈനസ് L ഹോൾ സ്ക്വയർ മൈനസ് അല്ലെ KQ ഡിവൈഡഡ് ബൈ R പ്ലസ് L ഹോൾ സ്ക്വയർ. മക്കളെ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ആരാണ്? KQ ആണ്. നമുക്ക് KQ-നെ പുറത്തെടുക്കാം അല്ലെ. KQ-നെ നമ്മൾ പുറത്തെടുത്തു. ബാക്കി ഉള്ളിലുള്ളത് ആരാണ്? 1/R മൈനസ് L ഹോൾ സ്ക്വയർ അല്ലെ. 1/R മൈനസ് L ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ R പ്ലസ് L ഹോൾ സ്ക്വയർ. കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? ചെയ്യാലോ. അപ്പൊ എന്ത് വരും? R പ്ലസ് L ഹോൾ സ്ക്വയർ മൈനസ് R മൈനസ് L ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, നോക്കിയേ, R മൈനസ് L ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് L ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് R സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. R സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇത് നിങ്ങൾക്ക് അറിയാം, A പ്ലസ് B ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. R സ്ക്വയർ പ്ലസ് 2RL പ്ലസ് L സ്ക്വയർ മൈനസ് ഓഫ് എന്ത് വരും? R സ്ക്വയർ മൈനസ് 2RL പ്ലസ് L സ്ക്വയർ all divided by R സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി മക്കളെ ഇവിടെ R സ്ക്വയറും ഇവിടെ മൈനസ് R സ്ക്വയറും ഉണ്ട്, ക്യാൻസൽ ആവും. ഇവിടെ L സ്ക്വയർ ഉണ്ട്, മൈനസ് L സ്ക്വയർ ഉണ്ട്, അതായത് ഈ മൈനസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളതാണ്. സോ മൈനസ് L സ്ക്വയർ ക്യാൻസൽ ആവും. ഇവിടെ നോക്കിയ ഒരു മൈനസ് 2RL ആണ്. സോ ഇവിടെ ഒരു 2RL ഉണ്ട്. 2RL മൈനസ് 2RL പ്ലസ് 2RL വരും. സോ നമുക്ക് ആക്ച്വലി വാട്ട് വി ഗോട്ട് 4RL അല്ലേ. ആക്ച്വലി ഇവിടെയൊക്കെ KQ ഉണ്ട്. ഓക്കെ, ഇവിടെ KQ ഇൻറ്റു എന്ത് വരും? 4 ഇൻറ്റു RL ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, എടാ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. P is equal to Q into 2L അല്ലെ. P is equal to എന്താണ്? Q into 2L. അപ്പൊ നമുക്ക് ആക്ച്വലി ഇതിനെ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോ ആക്ച്വലി നമുക്ക് നോക്കിയേ, നമുക്ക് K ഇൻറ്റു Q ഇൻറ്റു ഈ 2RLനെ നമുക്ക് എങ്ങനെ എഴുതാം? 2L ഇൻറ്റു 2R ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ. ഇവിടെ നോക്കിയേ, ഈ Q ഇൻറ്റു 2Lന് പകരം നമുക്ക് Pനെ കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ വൃത്തിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു KP ഡിവൈഡഡ് ബൈ, പിന്നെ ആരുണ്ട് മുകളിൽ? ഒരു 2R ഉണ്ട് അല്ലേ. 2R അല്ലേ. 2R K ഇൻറ്റു 2L പോയി. ഇനി ബാക്കി ആരേ ഉള്ളൂ? R മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു KP ഡിവൈഡഡ് ബൈ R ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് L സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മൾ ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ R എന്ന് പറയുന്നത് അല്ലെ, R എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ L ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം? Lനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടും ഈ നെറ്റ് ഈക്വൽ ടു നമ്മൾ ആരെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു? Lനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കി നമുക്ക് എന്തുണ്ട്? 2KP ബൈ
2kpr divided by r square whole square വരും അല്ലേ, r square whole square, that is r to the power 4 അല്ലേ, r to the power 4. ഒരാറും ആറും കട്ട് ചെയ്ത് പോയി. സോ നമുക്ക് ഈസിലി ഈ നെറ്റ് എന്താന്ന് കിട്ടി, 2kp divided by r cube. 2kp divided by r cube. 2kp divided by r cube. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്തും കൂടെ കൊടുക്കുക, ഡിറക്ഷനും കൂടെ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ദി ഡിറക്ഷൻ ഓഫ് p. p. ഓക്കെ, p എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഇസ് p? p എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്കുള്ളതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ്. ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് പഠിക്കണം, വാട്ട് ഈസ് ദ ഇക്വേഷൻ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താന്ന് പഠിക്കണം. ഈ ഇക്വറ്റോറിയലിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം പഠിക്കുക, 1/4πε0 ഇൻറ്റു p/r³. മറ്റത് എന്തായിരുന്നു, 2kp/r³. ഇവിടെ വെറും ഇവിടെ p/r³ എന്നാണ്. ആക്ച്വലി എന്തുണ്ട്, കെക്ക് പകരം ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ എന്താണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു എന്താ വരിക, നേരത്തെ 2kp, ഈ ആക്സിയൽ 2kp/r³. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് വരും, kp/r³. ഈ ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു kp/r³. ഇക്വറ്റോറിയൽ ഇസ് ഈക്വൽ ടു kp/r³. ആദ്യം നമുക്ക് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള കൺസിഡറേഷൻസും കാര്യങ്ങളും ഒന്ന് നോക്കാം. ഓക്കെ, ഈ പോയിന്റിൽ അല്ലെ, ഇവിടെയാണ് p, ഇത് -q ചാർജ്, ഇവിടെ എന്താണ് +q ചാർജ്. ഓക്കെ, ഈ -q ചാർജ് എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. ഈ +q ചാർജ് എന്ത് ചെയ്യും, അങ്ങോട്ട് തള്ളും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ഈ ലൈനിന് ടുവാർഡ്സ് ആയിട്ട് ഇങ്ങോട്ട് തള്ളും. എടാ, ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, വേഗം വെക്ടർ റിസോൾവ് ചെയ്യണം. അങ്ങനെ നമ്മൾ വെക്ടർ റിസോൾവ് ചെയ്തു. ഇവിടെ ഇതാ ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇവനെ ഇങ്ങനെ റിസോൾവ് ചെയ്തു, ഇവനെയും നമ്മൾ വെക്ടർ റിസോൾവ് ചെയ്തു. സോ ഇവൻ ഇങ്ങോട്ട്, ഇവൻ ഇങ്ങോട്ട്, നേരെ താഴേക്ക്. ഓക്കെ, ദിസ് ഈസ് ദ തീറ്റ. ഇതാണ് നമ്മുടെ തീറ്റ, ഇതാണ് നമ്മുടെ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് വരും, ഇവൻ +q-നെ നമ്മൾ E1, ഇലക്ട്രിക് ഫീൽഡ് E1 കൊടുക്കാം, ഇവനെ നമുക്ക് E2 എന്ന് കൊടുക്കാം. അങ്ങനെ E1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്താ വരും, E1 sin തീറ്റ എന്ന് വരും. ഇവൻ എന്ത് വരും, E2 sin തീറ്റ. ഓക്കെ, അതേപോലെ മക്കളെ ഇവിടെ നോക്കിയേ, ഇവനും E1 sin തീറ്റ, സോറി E1 cos തീറ്റ, ഇവൻ E1 cos തീറ്റ, E1 cos തീറ്റ. ഓക്കെ, അതേപോലെ ഇത് എന്ത് വരും, ഇത് -q ഉണ്ടാക്കുന്നതാണ്, -q ഉണ്ടാക്കുന്ന ഇങ്ങോട്ടാണ് അല്ലെ, അത് നമ്മൾ തിരിച്ചിതാ ഇങ്ങനെ വരയ്ക്കുന്നു, ഇതാ ഇങ്ങനെയും വരയ്ക്കുന്നു. അപ്പൊ ഇത് എന്താ വരിക, ഇത് E2 sin തീറ്റ, E2 sin തീറ്റ. ഇവൻ എന്ത് വരും, E2 cos തീറ്റ അല്ലെ, E2 cos തീറ്റ. ഓക്കെ, അപ്പൊ E1 cos തീറ്റയും E2 cos തീറ്റയും സെയിം ഡയറക്ഷനിലും, E1 sin തീറ്റയും E2 sin തീറ്റയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. എടാ, ഇവിടെ +q, ഇവിടെ -q. മാഗ്നിറ്റ്യൂഡ്സിന് മാറ്റമുണ്ടോ, ഇല്ല, മാഗ്നിറ്റ്യൂഡ്സിന് മാറ്റമില്ല. ഡിസ്റ്റൻസിന് മാറ്റമുണ്ടോ, ഡിസ്റ്റൻസിന് മാറ്റമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E1 sin തീറ്റയും E2 sin തീറ്റയും ആക്ച്വലി എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. ഈ ഡിസ്റ്റൻസ് r ആണെന്ന് നമ്മൾ എടുത്തു. ഓക്കെ, അതേപോലെ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് ഓക്കെ, ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഡൈപോളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് എത്രയാണ്, L ആണ് അല്ലെ, L ആണ്. ദിസ് ഇസ് r. ഓക്കെ, ഞാൻ ഇവിടെ തീറ്റ കൺസിഡർ ചെയ്തു. മക്കളെ, ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ വാട്ട് ഇസ് ദിസ് ലെങ്ത്, എത്രയാ വരിക, നമുക്കറിയാം, √r² + L². ഓക്കെ, പിന്നെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അല്ലെ, ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള ലെഫ്റ്റിലേക്കുള്ള ഡിറക്ഷൻസ് ഒക്കെ നമ്മൾ എന്തായിട്ട് എടുക്കുക, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ E1 cos തീറ്റയും E2 cos തീറ്റയും നെഗറ്റീവ് സൈഡിലേക്കല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത് അല്ലെ. അപ്പൊ E1 cos തീറ്റയും E2 cos തീറ്റയും നെഗറ്റീവ് സൈഡിലേക്കാണ്. സോ നമുക്ക് ഈ നെറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്ക് എങ്ങനെ കിട്ടി, ഈ നെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ നെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, -E1 cos തീറ്റ മൈനസ് മറ്റേ രണ്ട് ക്യാൻസൽ ആയിട്ടോ, E2
കോസ് തീറ്റ മൈനസ് E2 കോസ് തീറ്റ. എടാ E1ന്റെ വാല്യൂം E2ന്റെ വാല്യൂം ഈക്വൽ ആയതുകൊണ്ട് അല്ലെ, E1ന്റെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു E2ന്റെ വാല്യൂ അല്ലെ, E2ന്റെ വാല്യൂ ദാറ്റ് ഈസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, E ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ E1 കോസ് തീറ്റ മൈനസ് E2 കോസ് തീറ്റ എന്നുള്ളത് അല്ലെ മാഗ്നിറ്റ്യൂഡ് വൈസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഈ നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 2E കോസ് തീറ്റ, 2E കോസ് തീറ്റ അല്ലെ, 2E കോസ് തീറ്റ. മക്കളെ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ എന്താന്ന് കാണാം അല്ലെ. അപ്പൊ എന്താ കോസ് തീറ്റ വരിക മക്കളെ, വേഗം പറഞ്ഞേ, എന്താ കോസ് തീറ്റ വരിക? കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ എന്ന് പറയുന്നത് അല്ലെ, ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് എഴുതുന്നേ. കോസ് തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ പറ, വാട്ട് ഇസ് കോസ് തീറ്റ? വാട്ട് ഇസ് കോസ് തീറ്റ? എന്താ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അഡ്ജസെന്റ് എന്താണ്? കോസ് തീറ്റ L അല്ലെ, L ഡിവൈഡഡ് ബൈ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ്. അതെന്താ വരിക? അഡ്ജസെന്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് R² പ്ലസ് L². ഇതങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതങ്ങ് ഓർത്ത് വെക്കുക, നമുക്ക് ആവശ്യം വരും. കാരണം നമ്മൾ 2E കോസ് തീറ്റ എന്നാണ് പഠിച്ചത്. ഈ നെറ്റ് എന്ന് പറയുന്നത് 2E കോസ് തീറ്റ. ഇനി നമ്മൾ E എന്ന് പറയുന്നത് എന്താ? E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, ഒരു പോയിന്റ് ചാർജ്. പ്ലസ് Q ചാർജ് അല്ലെങ്കിൽ മൈനസ് Q, രണ്ടും വാല്യൂ ഒന്നായിരിക്കും. പ്ലസ് Q ചാർജ് അല്ലെങ്കിൽ മൈനസ് Q ചാർജ് കൊടുക്കുന്ന E എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? KQ/R². എന്താ പഠിച്ചത്? KQ/R². ഇവിടെ പ്ലസ് Q അല്ലെങ്കിൽ മൈനസ് Q അല്ലെ, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് R² പ്ലസ് L² ആണ്. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് പോവും, ബാക്കി R² പ്ലസ് L² എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് E1 എന്ന് പറയുന്നത് അല്ലെ, E1 എന്ന് പറയുന്നത് അല്ലെ, നെറ്റ്, ഈ നെറ്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R² പ്ലസ് L² ആയിരുന്നു അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. അത് നമ്മൾ സ്ക്വയർ ചെയ്തു, ബാക്കി നമുക്ക് എത്ര വരും? R² പ്ലസ് L² എന്ന് വരും അല്ലെ. എന്താ വരിക? R² പ്ലസ് L². ഓക്കെ, ഇതേ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? L/റൂട്ട് ഓഫ് R² പ്ലസ് L². അതും നമ്മൾ ഇവിടെ കൊടുക്കുന്നു. എന്താ കൊടുക്കുന്നത്? L/റൂട്ട് ഓഫ് R² പ്ലസ് L². അത് നമുക്കറിയാം വാട്ട് ഇസ് റൂട്ട്? റൂട്ടിന്റെ വാല്യൂ ഹാഫ് ആണ്. സോ നമ്മളിവിടെ R² പ്ലസ് L² ഓൾ ടു ദ പവർ ഹാഫ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി മക്കള് പറ, ഇവിടെ 2KQL എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ P എന്ന് പറയുന്നത് നമുക്കറിയാം വീണ്ടും Q ഇൻറ്റു 2L ആണ് അല്ലെ, Q ഇൻറ്റു 2L ആണ്. സോ നമുക്ക് ഇവിടെ 2 ഉണ്ട്, Q ഉണ്ട്, L ഉണ്ട്. നമുക്ക് Pനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ R² പ്ലസ് L² ഇതിന്റെ പവർ 1 ആണ്. 1 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് ഇവിടെ എങ്ങനെ എഴുതാം? K അവിടെ ഉണ്ട്, K അവിടെ നിന്നോട്ടെ. ഓക്കെ, Q ഇൻറ്റു 2L എന്ന് പറയുന്നത് P ആണ്. സോ നമുക്ക് ആരെ വെച്ചു? Pനെ വെച്ചു. ഡിവൈഡഡ് ബൈ R² പ്ലസ് L² പ്ലസ് 1 പ്ലസ് 1/2. അത് കൂട്ടിയാൽ എന്താണ്? 3/2. സോ R² പ്ലസ് L² ഓൾ ടു ദ പവർ എന്ത് വന്നു? 3/2 എന്ന് വന്നു. വീണ്ടും നമ്മളെ കൺസിഡറേഷൻ നമ്മൾ ചെയ്യുകയാണ്. എന്താണ് നമ്മളെ കൺസിഡറേഷൻ? R എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ L ആണ്. സോ നമുക്ക് ആരെ കട്ട് ചെയ്ത് മാറ്റാം? Lനെ നെഗ്ലക്റ്റ് ചെയ്ത് മാറ്റാം അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടി? E എന്ന് പറയുന്നത് KP ഡിവൈഡഡ് ബൈ L². അത് പോയി, ബാക്കി എന്തുണ്ട്? R² ഓൾ ടു ദ പവർ 3/2. ആര് കട്ട് ചെയ്തടാ? 2 കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടി? E എന്ന് പറയുന്നത് KP ഡിവൈഡഡ് ബൈ R³ മക്കളെ, ഇവിടെ നമ്മൾ ഡിറക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ വീണ്ടും -P, ഓക്കെ, -P ഡിറക്ഷൻ കാണിക്കാം. അപ്പൊ ഇവിടുന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ആക്സിയൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ ആക്സിയൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു E ഇക്വറ്റോറിയൽ ആണ് അല്ലെ. ഈ ഒരു ഡെറിവേഷൻ നമുക്ക് ഉറപ്പിക്കാം, 2 ഇൻറ്റു E ഇക്വറ്റോറിയൽ. അപ്പൊ ഇക്വറ്റോറിയലിന്റെ ഡെറിവേഷനും ആക്സിയലിന്റെ ഡെറിവേഷനും നിങ്ങൾക്ക് സെറ്റ് ആയില്ലേ? ക്ലിയർ ആയില്ലേടാ? ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പോകുന്നത് ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലെ.
എന്താണ് ടോർക്ക് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ ആരെ കൊണ്ടുപോയി വെക്കുകയാണ്, ഒരു ഡൈപോളിനെ കൊണ്ടുപോയി വെക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം വാട്ട് ഈസ് ദി ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് പ്ലസിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ആര് പോവുക, നമ്മളെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അവിടെ നമ്മൾ ആരെ കൊണ്ടുപോയി വെക്കുകയാണ്, ഒരു ഡൈപോളിനെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പൊ നോക്കി, ഈ പ്ലസ് ക്യൂ ചാർജിന് എപ്പോഴും ഈ മൈനസ് ചാർജ് അവിടെ ഉണ്ട്, ഈ മൈനസ് ചാർജിന് ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കൂലേ, റൊട്ടേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ പ്ലസ് ക്യൂ ചാർജ് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ടോർക്ക് ഓൺ എ ഡൈപോളിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. എന്താണ്? പി ക്രോസ് ഇ ആണ്. മെയിൻ ആയിട്ട് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ ആക്സിയൽ ഒന്ന് ഓർത്തു നോക്കിയേ. ഈസ് ഈക്വൽ ടു കെ പറ 2kp/r³ അല്ലെ, ഈ ആക്സിയൽ അല്ലെ, ഈ ആക്സിയൽ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ പോയിന്റ് ഈസ് ഈക്വൽ ടു 2kp/r³. ഈ ഇക്വറ്റോറിയൽ എന്താ നമ്മൾ പഠിച്ചത്? kp/r³. സോ നമുക്ക് എന്ത് കിട്ടി? ഈ ആക്സിയൽ എന്ന് പറയുന്നത് 2 × ഈ ഇക്വറ്റോറിയൽ. മറന്നിട്ടില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടോർക്ക് കാണാം. മക്കളെ, വാട്ട് ഈസ് ടോർക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിൾ ആക്കി നമുക്ക് പറയാൻ പറ്റും, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മക്കളെ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് QE എന്ന് പറയുന്നത്. ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് QE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സസ് നമുക്ക് കാണാം. ഇതിന്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഓക്കെ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് BC എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ വാട്ട് സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? നോക്കിയേ, നിങ്ങൾ പറഞ്ഞേ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലെ. അപ്പൊ ഏതാണ്? സൈൻ തീറ്റ BC അല്ലെ, BC. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് കേട്ടോ, ഹൈപ്പോട്ടന്യൂസ്. നോക്കിയേ, ഇതെന്താ? 2L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഡൈപോൾ ആണ്. സോ നമുക്ക് BC ഡിവൈഡഡ് ബൈ 2L. ഇവിടെ നമ്മൾ BC അല്ലേ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ BC അല്ലെ, BC എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? 2L സൈൻ തീറ്റ എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് 2L സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. BC എന്ന് പറയുന്നത് എന്താണ്? 2L സൈൻ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം QE ആണ്. QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് എന്താ കിട്ടിയത്? 2L സൈൻ തീറ്റ ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? 2L സൈൻ തീറ്റ എന്ന് കൊടുക്കാം അല്ലെ. QE ഇൻറ്റു 2L സൈൻ തീറ്റ എന്ന് കിട്ടാം. ഓക്കെ, അപ്പൊ നോക്കിയേ ടോർക്ക് അല്ലെ, ടോർക്ക്. ഇവിടെ നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ട്. ആരാണ് അവൻ? ഇവനെ നോക്കൂ നിങ്ങൾ. Q ഇവിടെ ഉണ്ട്. അയ്യോ, ഒരു സെക്കൻഡേ. Q ഇവിടെ ഉണ്ട്. Q ഇവിടെ ഉണ്ട്. അതേപോലെ 2L ഇവിടെ ഉണ്ട് അല്ലെ. Q × P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q × 2L ആണ്. സോ നമുക്ക് ഇതിൽ കൊടുക്കാം. സോ നമുക്ക് എന്ത് വന്നു? PE സൈൻ തീറ്റ. എന്ത് വന്നു? PE സൈൻ തീറ്റ. ടോർക്ക് എന്ന് പറയുന്നത് PE സൈൻ തീറ്റ. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? P ക്രോസ് E എന്ന് കിട്ടും. എന്ത് കിട്ടും? P ക്രോസ് E എന്ന് കിട്ടും. ദിസ് ഈസ് ദ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോർക്കിനുള്ള ഒരു ഇക്വേഷൻ ആണ്. 2 or 3 മാർക്കിന് നമുക്കിവിടെ ആ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, നോക്കിയേ, ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലെ. നോക്കിയേ, ഇതിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ? മനസ്സിലായിട്ടില്ല? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് ഏതാടാ? ഗോസ് തിയറം അല്ലെ, ഗോസ് ലോ. ഓക്കെ, ഗോസ് ലോ, ഡിറക്ഷൻ ഓഫ് കൂളംസ് ലോ ഫ്രം ഗോസ് തിയറം. അപ്പൊ ഗോസ് തിയറത്തിന്റെ ഒരു ഡെറിവേഷൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് അല്ലെ ഗോസ് തിയർ ആണ്. ഗോസ് തിയറത്തിലെ നമുക്ക് അറിയാം അല്ലെ, വാട്ട് ഇസ് ഗോസ് തിയർ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഇസ് Q ഈക്വൽ ടു അല്ലെ, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് Q/ε0 ആണ്. അതേപോലെ നമ്മൾ വാട്ട് ഇസ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫേസ് അല്ലെ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണമാണ് നമ്മൾ എന്തായിട്ട് പറയാം? ഫ്ലക്സ് ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഓക്കെ, ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. വാട്ട് ഇസ് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഇന്റഗ്രൽ E.ds അല്ലെ.
ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സ്ഫെറിക്കൽ സർഫേസ് അല്ലെ, ഒരു സ്ഫെറിക്കൽ സർഫേസ് ആണ്. നമുക്കിതാ ഇവിടെയാണ് നമ്മൾ ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്ത് ഈ പോയിന്റിലുള്ള ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സിന്റെ എണ്ണം നമുക്കറിയണം. ഓക്കെ, ഫ്ലക്സിന്റെ എണ്ണം നമുക്കറിയണം. സോ നമ്മൾ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ ഇയും ഇന്റെ ഡയറക്ഷനും അതേപോലെ ഡി എസിന്റെ ഡയറക്ഷനും, അതായത് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ വെക്ടർ അല്ലെ, ഏരിയ വെക്ടറിന്റെ ഡിറക്ഷനും എന്താണ്, സെയിം ആണ്. സോ ഇവർ തമ്മിൽ ഇ ഡോട്ട് ഡി എസ് ആണ്, ഇ ഡി എസ് കോസ് തീറ്റയാണ്. കോസ് തീറ്റന്റെ വാല്യൂ എന്താ വരിക, 0 ആണ് വരിക. അപ്പൊ തീറ്റ മീൻസ് ഈ 0 ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇ ഡോട്ട് ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 0 അല്ലെ, ഇ ഡി എസ് കോസ് 0. ഇ ഡി എസ് കോസ് 0 എന്ന് പറഞ്ഞാൽ കോസ് 0ന്റെ വാല്യൂ 1 അല്ലെ, ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 0. ഓക്കെ, ഇനി മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിന്റെ ഫൈ ഇസ് ഈക്വൽ ടു ഈനെ നമുക്ക് പുറത്തെടുത്തിട്ട് ഡി എസിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എടാ സ്ഫെറിക്കൽ സർഫേസ് ആയത് കാരണം ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, 4πr² ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് വരും, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 4πr² എന്ന് പറയാം അല്ലെ, 4πr² എന്ന് പറയാം. ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q/r² ആണ്. അത് നമുക്ക് ഇട്ട് കൊടുത്തു നോക്കാം അല്ലെ. ഇന്റെ വാല്യൂ ആയിട്ടുള്ള 1/4πε0 ഇൻറ്റു അല്ലെ, Q/r² ഇൻറ്റു പിന്നെ 4πr² ഉണ്ട്. സോ നമുക്ക് എന്ത് കൊടുക്കാം, 4πr² എന്ന് കൊടുക്കാം. ഓക്കെ, എന്തൊക്കെ ക്യാൻസലായി, 4π ക്യാൻസലായി, 4π ക്യാൻസലായി, r² ക്യാൻസലായി, r² ക്യാൻസലായി. നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി, Q/ε0 എന്ന് കിട്ടി. ഇതല്ല ആക്ച്വലി ഗോസ് തിയറം, അപ്പൊ നമ്മൾ ഗോസ് തിയറം എന്ത് ചെയ്തു കഴിഞ്ഞു, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഗോസ് തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മക്കളെ ഏതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ് അല്ലെ, ലോങ് ചാർജ്ഡ് വയർ. ഓക്കെ, അതായത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ് വയർ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കുക. E is equal to lambda divided by 2πε0 into r. എന്താണ്, E is equal to lambda divided by 2πε0 into r. ഓക്കെ, നോക്കിയേ, ഇവിടെ ലാംഡ എന്ന് പറയുന്നത് അല്ലെ, ലാംഡ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ കുറിച്ചിട്ട് നമുക്കൊരു ചെറിയ ഐഡിയ വേണം. ലാംഡ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. എന്താണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി? വാട്ട് ഇസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു വയർ ഉണ്ടെങ്കിൽ ആ വയറിന്റെ അല്ലെ, ഒരു വയറിൽ നമ്മൾ ഡെൻസിറ്റി അല്ലെ, വാട്ട് ഇസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി വാട്ട് ഇസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അപ്പൊ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ, ഒരു വയർ നോക്കുകയാണെങ്കിൽ ആ വയറിൽ ഉണ്ടാവുന്ന ചാർജിന്റെ ഡെൻസിറ്റിനെ നമ്മൾ ഏത് ടേമിലാ പറയാ, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേമിൽ ലാംഡയിലാണ് നമ്മൾ പറയാം. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു എന്താ വരാ, ലാംഡ ഈക്വൽ ടു Q/L ആണ്. ഇതൊരു സർഫേസിലേക്ക് പോകുമ്പം എന്താണ്, ചാർജ് ബൈ സർഫേസ് വരും. വോളിയത്തിലേക്ക് പോകുമ്പം ചാർജ് ബൈ വോളിയം വരും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഒരു ഗോഷ്യൻ, അതായത് ഒരു വയറിലുള്ള ഒരു വയറാണ്, ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു വയർ നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഈ ചാർജ് വയർ എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഈ ഒരു പോയിന്റിലുള്ളത് നമുക്ക് കാണണം. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് ഈ മീൻസ് ഫ്ലക്സ് നമ്മൾ എന്താ പഠിച്ചത്, ഇ ഡോട്ട് ഡി എസ് അല്ലെ, ഇ ഡോട്ട് ഡി എസ്. അപ്പൊ ഈ വാട്ട് ഇസ് ഈ ഇലക്ട്രിക് ഫീൽഡ്, ഡി എസ് എന്താണ്, ഡി എസ് മീൻസ് ഏരിയ വെക്ടർ ആണ്. അപ്പൊ ഈ ഒരു സർഫേസ്, അതായത് ഞാനിപ്പോ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞ് സിലിണ്ടറിന് ആക്ച്വലി 3 phases ഉണ്ടാവും. അപ്പൊ മുകളിലെ സർഫേസ് അല്ലെ, ഒരു സിലിണ്ടർ എന്റെ കയ്യിലുണ്ട് സങ്കല്പിക്കുക. ഈ സിലിണ്ടറിന്റെ 2 താഴെയും മുകളിലും ഓരോ ഭാഗം ഉണ്ടാവും. അപ്പൊ മുകളിലത് ഏരിയ വെക്ടർ മുകളിലേക്കും താഴെന്റെ ഏരിയ വെക്ടർ താഴേക്കും ആയിരിക്കും. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും, ഏരിയ വെക്ടർ ഇതാ ഇങ്ങോട്ട്, ഇതിന്റെ ഏരിയ വെക്ടർ താഴേക്ക്, ഇതാ ഇങ്ങോട്ട്. ഡോട്ട് പ്രൊഡക്റ്റ് ആയത് കാരണം നമുക്കറിയാം
ഈ അല്ലെ എത്ര ആംഗിൾ വരിക? cos 90 വരിക. cos 90 എന്ന് പറഞ്ഞാൽ 0. സോ നമുക്ക് ഇവിടെ ഉള്ളതും 0 കിട്ടും. പിന്നെ നമുക്ക് ഈ കേർവ്ഡ് സർഫേസിലുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് എന്തിനാ നോക്കുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഗോസ് തിയറം വെച്ചിട്ടാണ് അല്ലെ. ഗോഷ്യൻ സർഫേസ് നമ്മൾ കൺസിഡർ ചെയ്യണം ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ. സോ നമുക്ക് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം. വാട്ട് ഇസ് ദാറ്റ്? ക്യൂ ബൈ എപ്സിലൻ 0 ആണ്. എത്ര സർഫേസ് ഉണ്ട്? 3 സർഫേസ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇ ഡി എസ് പ്ലസ് രണ്ടാമത്തെ സർഫേസ് S2 ഇ ഡോട്ട് ഡി എസ്, മൂന്നാമത്തെ സർഫേസ് S3 ഇ ഡോട്ട് ഡി എസ്, സോറി S3 ഇ ഡോട്ട് ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ എപ്സിലൻ 0 ആണ്. ഇപ്പൊ രണ്ട് സർഫേസിന്റെ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ആണെന്ന് കിട്ടിയത് കാരണം നമുക്ക് രണ്ട് സർഫേസ് ഒഴിവാക്കാം. ബാക്കി എത്രയെ മാത്രമേ വരുന്നുള്ളൂ? S1 ഇസ് ഈക്വൽ ടു ഇ ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൻ 0 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൻ 0. ഇനി നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പറ ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ സർഫേസ് അല്ലെ, ഈ സർഫേസിന്റെ ഏരിയ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈനെ പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ക്യൂ ബൈ എപ്സിലൻ 0 എന്ന് പറയാം. വാട്ട് ഇസ് ഡി എസ് എന്ന് പറയുന്നത്? ഈ സിലിണ്ടറിന്റെ ഏരിയ. അതെന്താണെടാ? 2π × RL അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇ ഇൻറ്റു ഡി എസിന് പകരം 2π RL വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൻ 0. നമുക്ക് എന്താ വേണ്ടത്? ഇ ആ വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ആരെവിടെ നിർത്താം? ബാക്കിയുള്ളവരെ ഈനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 2π എപ്സിലൻ 0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ RL എന്ന് വരും. മക്കളെ നമ്മൾ ഓൾറെഡി പഠിച്ചു ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ബൈ എൽ ആണ്. സോ ഇവിടെ നമുക്കൊരു ക്യൂ ഉണ്ട്, എൽ ഉണ്ട് അല്ലെ. ക്യൂ ഉണ്ട്, എൽ ഉണ്ട്, ക്യൂ ബൈ എൽ ഉണ്ട്. സോ അവിടെ നമുക്ക് ആരെ കൊടുക്കാം? ലാംഡനെ കൊടുക്കാം. ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലൻ 0 ഇൻറ്റു R എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലൻ 0 R തന്നെയാണ്. ഇൻ കേസ് നമുക്ക് വേറൊരു രീതിയിൽ നിന്നാൽ കൂടെ നിങ്ങൾക്ക് പഠിച്ചു വെക്കണം. അതായത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണല്ലോ 1/4π എപ്സിലൻ 0 എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമുക്ക് കിട്ടിയത് 1/2π എപ്സിലൻ 0. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 2 ലാംഡ ഡിവൈഡഡ് ബൈ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4π എപ്സിലൻ 0 എന്നായി. 4π എപ്സിലൻ 0 എന്ന് പറഞ്ഞാൽ k ആണ് അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇക്വേഷന് പകരം ഈസ് ഈക്വൽ ടു 2k ലാംഡ അല്ലെ, 2k ലാംഡ ബൈ R എന്ന് എഴുതാം. അല്ലെങ്കിൽ മക്കൾക്ക് ഇതേപോലെ എഴുതാം. ഈസ് ഈക്വൽ ടു 2 ലാംഡ ഡിവൈഡഡ് ബൈ 4π എപ്സിലൻ 0 ഇൻറ്റു R. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ, ജസ്റ്റ് ഫോർ നമുക്കൊരു സേഫ് ആയിട്ടുള്ള സ്റ്റഡി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി എന്താണ് ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. നോക്കിയേ, ആദ്യ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ ആദ്യം പറയുന്നതാണ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2π എപ്സിലൻ 0. എന്താണ്? ഇ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2π എപ്സിലൻ 0. ഓക്കെ, അപ്പൊ നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ നമ്മളൊരു സിലിണ്ടർ വരച്ചു. ഓക്കെ, ഇവിടെ ഇതാണ് കേർവ്ഡ് സർഫേസ്. ഈ കേർവ്ഡ് സർഫേസിന്റെ ഏരിയ വെക്ടർ ഇങ്ങോട്ടാ അല്ലെ. ഇനി മുകളിലേക്കാണെങ്കിൽ മുകളിലേക്കായിട്ടും എടുക്കാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാ. അപ്പൊ ഇവിടെയുള്ള ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും. ഇവിടെയുള്ള ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസും എൻറ്റയർലി ഡിഫറെന്റ്. മറ്റേ നമുക്ക് ഒരൊറ്റ സർഫേസേ കിട്ടിയുള്ളൂ. ഇവിടെ നോക്കിയേ, ചാർജ്ഡ് ഷീറ്റിന്റെ കേസിൽ നമ്മൾ ഒരു സിലിണ്ടറിനെ ആക്ച്വലി എങ്ങനെയാ വെച്ചിരിക്കുന്നത്? കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് അല്ലെ. ഓക്കെ, ഇനി അപ്പോൾ ഇപ്പോഴും നമുക്ക് എത്ര ഫേസസ് ആണ്? 3 ഫേസസ് ആണുള്ളത്. ഓക്കെ, ഇതില് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 ഫേസസിൽ ആക്ച്വലി എന്ത് വരുന്നുണ്ട്? ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള്
0 ഡിഗ്രി വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നോക്കിയ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും 90 ഡിഗ്രിയാണ്, പക്ഷെ ഇവിടെ എന്താണ് 0 ഡിഗ്രിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെയും നമ്മൾ നോക്കിയേ ഫ്ലെക്സ് നോക്കിയേ EDS അല്ലെ, E.ds which is equal to നമുക്ക് എന്ത് പറയാം? Q/ε0 എന്ന് പറയാം. നിങ്ങൾ പറ, എത്ര സർഫേസസ് ഉണ്ട് ഇവിടെ? എത്ര സർഫേസസ് ഉണ്ട്? 2 സർഫേസസ് ഉണ്ട്, 3 സർഫേസസ് ഉണ്ട്, ഒരെണ്ണത്തിന്റെ എന്താണ്? 0 ആണ്. അപ്പൊ EDS പ്ലസ് സർഫേസ് 2 എന്താണ്? E.ds പ്ലസ് അല്ലേ? അത് നമുക്ക് ചെയ്യേണ്ട, 0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു Q/ε0. നമ്മളൊരു ഷീറ്റ് ആയത് കാരണം ജസ്റ്റ് നമുക്ക് ഏരിയ എന്നുള്ള DS ഇന്റഗ്രൽ അല്ലെ, DS-നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ DS S1 അല്ലെ പ്ലസ് E ഇന്റഗ്രൽ DS S2 വിച്ച് ഇസ് ഈക്വൽ ടു Q/ε0. ഇവിടെ അല്ലേ എസ്, അതായത് ഏരിയ, അതായത് നമ്മൾ ചാർജ് ഷീറ്റ് ആയത് കാരണം അല്ലെ, നമ്മൾ ജസ്റ്റ് എന്തായാലും അത് ക്യാൻസൽ ആവാൻ പോവുകയാണ്, കാരണം നമ്മളെ ഇക്വേഷനിൽ നമ്മൾ ഏരിയനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്കറിയാം ആക്ച്വലി അവിടെ സർക്കുലർ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രൽ ജസ്റ്റ് ഈ DS-ന് പകരം A എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ EA പ്ലസ് EA വിച്ച് ഇസ് ഈക്വൽ ടു Q/ε0. അതായത് EA പ്ലസ് EA എന്ന് പറഞ്ഞാൽ എന്ത് വരും? EA പ്ലസ് EA എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2EA എന്ന് വരും. സോ നമുക്ക് എന്ത് കൊടുക്കാം? 2 into EA which is equal to Q/ε0. ഓക്കെ, ഇനി മക്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആര് വരുന്നുണ്ട്? സർഫേസ് ചാർജ് ഡെൻസിറ്റി വരുന്നുണ്ട്. ദാറ്റ് ഇസ് സിഗ്മ. ദാറ്റ് ഇസ് സിഗ്മ is equal to Q/A ആണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? Q/A ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 2EA എന്നുള്ളവിടത്ത് നമ്മൾ E-നെ അവിടെ വെക്കുക. ബാക്കി ആരാ ഇവിടെ കൊടുക്കാം? ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് കൊടുക്കാം. Q/2 into A into ε0. ഓക്കെ, Q/A അല്ലേ? Q/A, ഈ Q/A അല്ലേ? ഈ Q/A എന്ത് ചെയ്യാം? നമുക്കറിയാം വാട്ട് ഇസ് ദാറ്റ്? സിഗ്മ. സോ നമുക്ക് E is equal to സിഗ്മ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, ε0 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ചാർജ്ഡ് ഷീറ്റ് അല്ലെ, ഒരു ചാർജ്ഡ് ഷീറ്റ് അതിന്റെ പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ഗോഷ്യൻ സർഫേസ് കൺസിഡർ ചെയ്തു, സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫേസ്. നമുക്ക് എന്താ കിട്ടിയത്? σ/2 ε0. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ E എന്ന് പറയുന്നത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത നമ്മളെ ലാസ്റ്റ് ഡെറിവേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ല്. ഓക്കെ, നോക്കിയേ, ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ല് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മളൊരു സ്ഫെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇവിടെ ഒക്കെ നിറയെ ചാർജ് ഉണ്ട് കേട്ടോ, ചാർജ് ഉണ്ട്. ഓക്കെ, ഈ ചാർജിൽ നിന്നും നമ്മൾ ഗോഷ്യൻ സർഫേസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു സ്ഫെറിക്കൽ സർഫേസ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത സ്ഫെറിക്കൽ സർഫേസ്. ഓക്കെ, ഇത് സെന്റർ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ 6 ആയിട്ട് എടുത്തു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇത് നമുക്ക് DS. ഓക്കെ, DS. ഓക്കെ, ഇനി നോക്കിയേ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ EDS അല്ലേ? ക്ലോസ്ഡ് ഇന്റഗ്രൽ EDS അല്ലേ? ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ടാൻജൻഷ്യലി ഔട്ട്സൈഡ് ആയിരിക്കും അല്ലെ? ഒരു സ്ഫെറിക്കൽ ഷെല്ലിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ടാൻജൻഷ്യലി ഔട്ട്സൈഡ് ആയിരിക്കും. സോ ഇവിടെയുള്ള ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വിത്തിന്റെ ഡയറക്ഷനും സെയിം ഡിറക്ഷനിലായിരിക്കും. സോ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ഈ പുറത്തേക്ക് എടുക്കാം, ഇന്റഗ്രൽ DS എന്ന് പറയാം, ഇന്റഗ്രൽ DS അല്ലെ? ഓക്കെ, ഇനി നോക്കിയേ, അതായത് ഇതിന്റെ ക്യാപിറ്റൽ R ആണ് റേഡിയസ്. ഓക്കെ, ഇനി നോക്കിയേ, ഈ DS എന്ന് പറയാം. ഇവിടെ നോക്കിയേ, നമുക്ക് എന്താണ് DS? വാട്ട് ഇസ് DS? ഏരിയ ഓഫ് എ സ്ഫിയർ അല്ലെ? ഏരിയ ഓഫ് എ സ്ഫിയർ ആണ് DS എന്ന് പറയുന്നത്. സോ നമുക്കറിയാം വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ സ്ഫിയർ? എന്താണ്? 4πr² അല്ലെ? അപ്പൊ E into 4πr² എന്ന് വരും. എന്താ വരാ?
ഇ ഇൻറ്റു 4πr². ഇവിടെ നോക്കിയേ, ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് Q/ε0. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊടുക്കുന്നു അല്ലെ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഫൈ എന്ന് പറയുന്നത് ഗോസ് ലോ പ്രകാരം Q/ε0 ആണ്. അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, Q/ε0 കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഇ ഇൻറ്റു 4πr² കിട്ടുന്നു. സോ ഇ എന്ന് പറയുന്നത് എന്താ വരിക? ഇ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, 1/4πε0 ഇൻറ്റു Q/r² എന്ന് വരുന്നു. ഇ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q/r² എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും കണ്ട ഒരു ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലെ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ തിൻ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലെ, ഡ്യൂ ടു സ്ഫെറിക്കൽ ഷെല്ല് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? സ്ഫെറിക്കൽ ഷെല്ല് വിച്ച് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ. അപ്പൊ ഒരു സ്ഫെറിക്കൽ ഷെല്ലും അതേപോലെ ഒരു പോയിന്റ് ചാർജും മേക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മള് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡിഫറെന്റ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിഫറെന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് ആദ്യം നമ്മൾ സർഫേസ്, അതായത് ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ സ്ഫെറിക്കൽ ഷെല്ല് നമ്മൾ ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നതും അതേപോലെ സർഫേസിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സർഫേസിലാണ് ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നതും സ്മോൾ r എന്ന് പറയുന്നതും സെയിം ആണെന്ന് വിചാരിക്കുക. അതായത് സർഫേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഈ ഇന്റഗ്രൽ ds ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? Q/ε, ഇവിടെ നമ്മൾ വീണ്ടും Q/ε0 വിച്ച് ഇസ് ഈക്വൽ ടു ds ഇന്റഗ്രേറ്റ് ചെയ്ത ds എന്ത് കിട്ടും? 4πr² കിട്ടും അല്ലെ. എന്ത് കിട്ടും? 4πr² കിട്ടും. ഇന്റഗ്രൽ 4πr² കിട്ടും. ഓക്കെ, ഇനി എന്താ വരാ? ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞാൽ Q/a ആണ് അല്ലെ. Q/a ആണ് അല്ലെ. സിഗ്മ എന്ന് പറഞ്ഞാൽ Q/a ആണ്. അതുകൊണ്ട് അതേപോലെ നമുക്ക് Q എന്ന് പറഞ്ഞാൽ എങ്ങനെയും എഴുതാൻ പറ്റും? സിഗ്മ ഇൻറ്റു എ എന്നും കൂടെ എഴുതാൻ പറ്റൂലെ. Q എന്ന് പറഞ്ഞാൽ എന്തും കൂടെയാണ്? സിഗ്മ ഇൻറ്റു എ എന്നാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ എന്താ കൊടുക്കുക? Q ഇൻറ്റു സിഗ്മ ഇൻറ്റു എ. അവിടെ നമ്മൾ എന്ത് കൊടുക്കാം? ഇവിടെ എ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ഏരിയ അല്ലേ. അപ്പോ നമുക്ക് Q എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദ സ്ഫിയർ. അപ്പൊ 4πr² എന്ന് കൊടുക്കാം. 4πr². Q is equal to സിഗ്മ ഇൻറ്റു 4πr² അല്ലെ. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സിഗ്മ ഇൻറ്റു 4πr² അല്ലെ. Q സിഗ്മ ഇൻറ്റു 4πr². അടിയിൽ ആരുണ്ട്? ε0 ഉണ്ട്. ε0 വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ആരുണ്ട്? ഇ ഇൻറ്റു 4πr² ഉണ്ട് അല്ലെ. അതൊന്ന് കൊടുക്കാം. ഇ ഇൻറ്റു 4πr². അപ്പൊ ആര് കട്ട് ചെയ്ത് പോകും? 4πr². അപ്പൊ ഇ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയടാ? ഈസ് ഈക്വൽ ടു σ/ε0 എന്ന് കിട്ടി. എന്താ കിട്ടിയത്? ഈസ് ഈക്വൽ ടു σ/ε0. ദിസ് ഇസ് ദ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? സർഫേസിലായിരിക്കും. ഓക്കെ, സർഫേസിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ക്ലിയർ ആയല്ലോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ds. ഇവിടെ ഫൈന് പകരം Q/ε0 ഈ 4πr² എടുത്തു. സിഗ്മ എന്ന് പറഞ്ഞത് Q/a ആണ്. Q എന്ന് പറഞ്ഞത് സിഗ്മ ഇൻറ്റു എ ആണ്. ക്യൂവിനെ നമുക്ക് സിഗ്മക്ക് പകരം എക്ക് പകരം 4πr² കൊടുത്തു. അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ സിഗ്മ ഇൻറ്റു 4πr²/ε0 ഇ ഇൻറ്റു 4πr² വന്നു. 4πr² 4πr² ക്യാൻസൽ ആയി. ഇ എന്ന് പറഞ്ഞത് നമുക്ക് σ/ε0 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒറ്റ കൺസിഡറേഷനൂടെ നമുക്ക് ചെയ്താൽ നമ്മൾക്ക് എൻഡ് ചെയ്യാം. അതായത് നമ്മൾ ഇനി ഇൻസൈഡ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ R എന്ന് പറയുന്നതിന്റെ ഉള്ളിലായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം ഫ്ലക്സ് അല്ലെ. ഫ്ലക്സ് എന്ന് പറയുന്നത് വീണ്ടും പറഞ്ഞ പോലെ EDS ആണ്, നമുക്കറിയാവുന്ന ഒരു കേസാണ്. ഓക്കെ, അതേപോലെ ഇതൊക്കെ ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ഇതിന്റെ ഉള്ളില് നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q എൻക്ലോസർ. ഇതിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടോ? ഇല്ല. ചാർജ് എവിടെയുള്ളത്? മൊത്തം ഇവിടെയാണുള്ളത്. അപ്പൊ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? Q/ε0 നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ Q ഇല്ല.
ചാർജ് ഉണ്ട്, ഇതിൻ്റെ അകത്തില്ല, ചാർജ് ഇല്ല. അപ്പൊ നമുക്ക് ആക്ച്വലി എന്ത് വരും? 0/ε0 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? E.ds, അതായത് E ഇൻറ്റു 4πr² എന്ന് വരും. അതായത് നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഷെല്ല് നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഒരു സ്ഫെറിക്കൽ ഷെല്ലിനകത്ത് എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഷീൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ഡെറിവേഷൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏതിൽ കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഈ ഡെറിവേഷൻസ് ഉറപ്പായിട്ടും മിനിമം ഇത്ര ഡെറിവേഷൻസ് എങ്കിലും നിങ്ങൾ ഇതിന്ന് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് സംശയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.